വർഷം 1977. ലോകം സാധാരണ ദിവസങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ മുറിയിലിരുന്ന ശാസ്ത്രജ്ഞൻ ഒരു പേപ്പറിൽ നോക്കി ഞെട്ടി. അവനെഴുതിയത് ഒരു വാക്ക് മാത്രം: വാവ്. എന്തുകൊണ്ട്? കാരണം ഭൂമിയിലേക്ക് ബഹിരാകാശത്തിൽ നിന്ന് ഒരിക്കലും കാണാത്ത ഒരു രഹസ്യ സിഗ്നൽ എത്തിയിരിക്കുന്നു. ഇത് ഏലിയൻ മെസ്സേജാണോ, അല്ലെങ്കിൽ പ്രകൃതിയുടെ കളിയോ? ഇന്ന് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്പേസ് മിസ്റ്ററികളിൽ ഒന്നാണ്. ആ ദിവസം 1977 ഓഗസ്റ്റ് 15, അമേരിക്കയിലെ ഓഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ബിഗ് ഇയർ റേഡിയോ ടെലിസ്കോപ്പ് ആകാശം സ്കാൻ ചെയ്യുകയായിരുന്നു. ഈ ടെലിസ്കോപ്പ് ശബ്ദം കേൾക്കില്ല, പക്ഷേ ബഹിരാകാശത്തിൽ നിന്നുള്ള റേഡിയോ തരംഗങ്ങൾ പിടിക്കും. അന്നേ ദിവസം തന്നെ സാധാരണ ഡാറ്റ പരിശോധിക്കുമ്പോൾ ഒരു അസാധാരണ സിഗ്നൽ രേഖപ്പെടുത്തി. അതൊരു സാധാരണ കോസ്മിക് നോയ്സ് പോലെയല്ല, ഇത് വളരെ ശക്തമായിരുന്നു. അതിൻ്റെ ഫ്രീക്വൻസി പോലും വളരെ പ്രത്യേകമായിരുന്നു. ആ സിഗ്നൽ നീണ്ടത് വെറും 72 സെക്കൻഡ് മാത്രം. എന്തുകൊണ്ട് 72 സെക്കൻഡ്സ്? കാരണം ബിഗ് ഇയർ ടെലിസ്കോപ്പ് ആകാശത്തിലെ ഒരു ഭാഗം സ്കാൻ ചെയ്യുമ്പോൾ ഒരു ഒബ്ജക്റ്റ് അതിലൂടെ കടക്കാനെടുക്കുന്ന സമയം അത്രമായിരുന്നു. അതായത് ആ സോഴ്സ് അവിടെയുണ്ടായിരുന്നു, പക്ഷേ പിന്നെയില്ല. ആ സിഗ്നൽ വീണ്ടും ഒരിക്കലും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് കൂടുതൽ രഹസ്യമായത്. വാവ് എന്ന് എഴുതിയതെന്തിന്? ശാസ്ത്രജ്ഞനായ ജെറി എഹ്മാൻ ഡാറ്റ നോക്കുമ്പോൾ ആ സിഗ്നൽ ഇൻറ്റൻസിറ്റി കണ്ടു ഞെട്ടി. അവൻ പ്രിൻ്റ് ഔട്ട് പേപ്പറിൽ ചുവന്ന പേന കൊണ്ടെഴുതി വാവ്. അതിനുശേഷം ഈ സംഭവം വാവ് സിഗ്നൽ എന്ന പേരിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തി. ഏലിയൻ മെസ്സേജ് തിയറി. പലർക്കും ആദ്യ സംശയം, ഇത് ഏലിയൻ സിവിലൈസേഷൻ അയച്ച സന്ദേശമായിരിക്കുമോ? കാരണം സിഗ്നൽ വന്ന ഫ്രീക്വൻസി ഹൈഡ്രജൻ ലൈനിനോടടുത്തായിരുന്നു. ഹൈഡ്രജൻ യൂണിവേഴ്സ് മുഴുവനുള്ളതിനാൽ ചില ശാസ്ത്രജ്ഞർ കരുതിയത് ബുദ്ധിമാനായ ജീവികൾ ബന്ധപ്പെടാൻ ഈ ഫ്രീക്വൻസി ഉപയോഗിക്കാം. പക്ഷേ അവരെന്തിന് 72 സെക്കൻഡ് മാത്രം അയക്കും? എന്തിനു വീണ്ടും അയച്ചില്ല? ഇന്നും അതിനൊരു ഉത്തരമില്ല. ശാസ്ത്രത്തിൻ്റെ നിഗമനം: ചിലർ പറയുന്നത് ഒരു കോമറ്റ് ആയിരിക്കാം, സ്പേസ് ഇൻ്റർഫറൻസ് ആയിരിക്കാം, അൺനോൺ നാച്ചുറൽ സോഴ്സ് ആയിരിക്കാം. പിന്നീട് ചില കോമറ്റ് തിയറീസ് വന്നെങ്കിലും എല്ലാവരും അത് അംഗീകരിച്ചില്ല. കാരണം ഒറിജിനൽ സിഗ്നൽ ഇന്നും പെർഫെക്റ്റായി ആരും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതാണ് മിസ്റ്ററിയലായി ആക്കുന്നത്. ഇതെന്തുകൊണ്ട് ഇത്ര പ്രാധാന്യമാകുന്നു? വാവ് സിഗ്നൽ നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു: യൂണിവേഴ്സ് വളരെ വലുതാണ്. നമ്മൾ ഒറ്റയ്ക്കാണോ, അല്ലെങ്കിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഒരിക്കലെങ്കിലും അവർ വിളിച്ചിട്ടുണ്ടോ? അതോ നമ്മൾ മനസ്സിലാക്കാതെ പോയതാണോ? 1977 വന്ന ആ 72 സെക്കൻഡ്സ് സിഗ്നൽ ഇന്നും മനുഷ്യരെ ചിന്തിപ്പിക്കുന്നു. അത് പ്രകൃതിയോ, അല്ലെങ്കിൽ ആരോ അയച്ച ഹായ് ആണോ?